അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 മരണം. വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ശരത് ഓങ്കല്ലൂർ വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്, ഇതേ തരത്തിലുള്ളൊരു വാർത്ത ഇന്നലെയും നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. ഒരാൾ ഇന്നലെയും അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരുന്നു. ഇത് ഇന്നത്തെ ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകാനുണ്ട്. അതിരപ്പിള്ളിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന ആക്രമണം വീണ്ടും ജീവനുകൾ എടുത്തിരിക്കുന്നു. 2 പേരാണ് മരിച്ചിരിക്കുന്നത്. വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി കാട്ടാനയെ കണ്ട ഇരുവരും ഓടിയിരുന്നു. രാവിലെ പ്രദേശവാസികൾ എത്തി നടത്തിയ തിരച്ചിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ്. കാട്ടാന ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. വന്യജീവി ആക്രമണത്തിലുള്ള ഇടപെടലുകൾ ശക്തമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിയമ ഭേദഗതി വേണമെന്ന ആവശ്യം ശക്തമായി കേരളം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത കൂടിയുണ്ട്. ശരത് വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്, ഇത് എപ്പോഴാണ് സംഭവം? ഇത് എങ്ങനെയാണ് ഉണ്ടായത്? കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരു അതിരപ്പിള്ളിയിൽ നിന്ന് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച വാർത്ത ഉണ്ടായിരുന്നല്ലോ. അന്ന് ആതിരപ്പള്ളിയിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വാഴച്ചാൽ സ്വദേശികളായിട്ടുള്ള അംബിക, സതീഷ് എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിൽ വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഇന്നലെ രാത്രി കാട്ടാനയെ കണ്ട ഇരുവരും ഓടിയിരുന്നു. രാവിലെ പ്രദേശവാസികൾ എത്തിയ തെരച്ചിലാണ് ഇവരെ 2 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമാനമായ സംഭവം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നലെ ഉന്നതിയിൽ നിന്ന് തേൻ ശേഖരിക്കാൻ പോയ സെബാസ്റ്റ്യൻ എന്ന യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അംബിക, സതീഷ് എന്നിവരാണ്. ഇന്ന് രാവിലെയാണ് ഇവർ മരിച്ച നിലയിൽ ഇവരെ പ്രദേശവാസികൾ കണ്ടെത്തിയത്. ശരത്, ഇത് സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണോ? ഇന്നലെയും ഇതേ സംഭവം തന്നെ ഉണ്ടായതുകൊണ്ടാണ് അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നോ? ഇതൊരു വന്യജീവികൾ നിരന്തരം കാണുന്ന, കാട്ടാനയെ നിരന്തരം കാണുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിരന്തരമായിട്ട് കാട്ടാന ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇന്നലെയും സമാനമായ, ഇവിടെ എന്ന് പറയാൻ കഴിയില്ല, കുറച്ചുകൂടി ഉള്ളിലായിരുന്നു ഇന്നലെ സംഭവം ഉണ്ടായിരുന്നത്. ഇന്ന് വാഴച്ചാലിൽ വെച്ചിട്ടാണ്, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിൽ കാട്ടാനയെ കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ 2 പേരും ഓടി രക്ഷപ്പെട്ടു എന്നാണ് പ്രദേശവാസികൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഇവരെ കാണാതിനെ തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ശരത്, അവിടെ നിന്ന് മൃതദേഹം മാറ്റിയോ? ഇന്ന് രാവിലെ പ്രദേശവാസികൾ നടത്തിയ തെരച്ചിൽ മൃതദേഹം കണ്ടെത്തുകയും തുടർന്ന് അവിടെ നിന്ന് പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇത്തരം നടപടികൾ, അതിന്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ. ശരത്, ഇന്നലെയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പ്രതിഷേധം ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഇന്ന് അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? നാട്ടുകാരുടെയൊക്കെ പ്രതികരണം ഏതു വിധത്തിലാണ്? ഇത് നിരന്തരമായിട്ട് കാട്ടാന ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. കാലങ്ങളായിട്ട് നാട്ടുകാരുടെ ആവശ്യമാണ് ഇതിനകത്ത് ഒരു സ്ഥിരം സംവിധാനം, ഇതിനെ തടയുന്നതിന് സ്ഥിരം സംവിധാനം കണ്ടെത്തുക എന്നുള്ളത്. ഇന്ന് സ്വാഭാവികമായിട്ടും തുടർച്ചയായി 2ാം ദിവസം ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ മരണം സംഭവിച്ച സ്ഥിതിക്ക് നാട്ടുകാരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ കാട്ടാനയുടെ ഭീഷണി നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് കാടിനോട് ചേർന്ന പ്രദേശമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാട്ടാന ഭീഷണി ഉണ്ട്. പക്ഷെ ഇതിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഇതിനെ തടുക്കുന്നതിന് വേണ്ട സഹായങ്ങൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതൊരു പ്രതിഷേധ സമരം അല്ലെങ്കിൽ പ്രതിഷേധം എന്ന രീതിയിലേക്ക് വളർന്നിട്ടില്ല. എന്തായാലും സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രോഷം ഈ സംഭവത്തിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ശരത്ത് പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയെങ്കിൽ കാര്യമായ സുരക്ഷാ സംവിധാനം വേണ്ടതാണ്. ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതാണോ സ്ഥലത്ത്?
അന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മസ്തകത്തിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് മസ്തകത്തിൽ മുറിവേറ്റ ഒരു ആനയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിന് സമാനമായ രീതിയിൽ നിരന്തരമായിട്ട് ഇവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളൊരു പ്രദേശമാണ്. കാടിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും കാട്ടാന ഇറങ്ങുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പ്രതിസന്ധിയുണ്ട്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നതും അവരുടെ കൃഷി നശിപ്പിക്കുന്നതും അല്ലെങ്കിൽ ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലുള്ള ഇടപെടലുകളും നിരന്തരമായിട്ടുണ്ട്. അതിന്റെ ഒരു പരാതി ഇവിടുത്തെ നാട്ടുകാർക്ക് നിരന്തരമായിട്ടുണ്ട്. നമ്മൾ ഈ കാട്ടാനയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴും അവിടുത്തെ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത് ഈ കാട്ടാനയുടെ പരിക്കിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ കുറിച്ചിട്ടാണ് ആശങ്കപ്പെടുന്നത്. നിരന്തരമായിട്ട് ഈ കാട്ടാനയുടെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് തടുക്കാൻ വേണ്ടത്ര നടപടികൾ ഇല്ല എന്നൊരു ആക്ഷേപം അന്ന് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. പക്ഷെ ഇതിനകത്ത് പൂർണ്ണമായിട്ടും നമുക്ക് സംവിധാനങ്ങളെ പഴി പറയുകയും സാധ്യമല്ല. കാരണം ഇത് വനത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും അവിടെ കാട്ടാന ഭീഷണി എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് അല്ല. യെസ് ശരത്, ഇത് കേന്ദ്ര നിയമത്തിലുള്ള ഭേദഗതി കാലങ്ങളായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ അപകടമുണ്ടായ സമയത്തൊക്കെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പലതവണയും സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പലതവണയും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ നിരാകരിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്നതാണ്. അപ്പോൾ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഒരു സ്ഥലം അല്ല എന്നതാണ് ഇത് മനസ്സിലാക്കുന്നത്. കാര്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല. ഏതു തരത്തിലുള്ള മാറ്റമാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റി തുടർ നടപടികൾ എന്തൊക്കെയാണ്? എന്നാൽ മൃതദേഹം ഫോറസ്റ്റും പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം ചാലക്കുടി ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ. നാട്ടുകാരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം ഇത്തരത്തിൽ കാട്ടാന ആക്രമണവും വന്യജീവി ആക്രമണവും ഉണ്ടാകുന്ന ഈ സ്ഥലത്തിന് കൃത്യമായിട്ട് ഫെൻസിംഗ് നടത്തുക, അല്ലെങ്കിൽ ഇതിനെ തടുക്കുന്നതിന് വേണ്ടി അത്യാധുനിക രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നടപ്പാക്കുക എന്നത് ഇവിടുത്തെ നിരന്തരമായ ആവശ്യമാണ്. അന്ന പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ വന നിയമ ഭേദഗതി വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള തടസ്സം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തെയും വന്യജീവി ആക്രമണത്തെയും തടയാൻ വേണ്ട നടപടികൾ എടുക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് സാധ്യമാവാത്തൊരു സാഹചര്യം ഈ കേന്ദ്ര വന നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും വലിയ അരോഷമുണ്ട് ഈ കാര്യത്തിൽ. കാരണം തങ്ങളുടെ ജീവന് വില കൽപ്പിക്കപ്പെടുന്നില്ല എന്നൊരു ആക്ഷേപം അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹങ്ങൾ ചാലക്കുടി ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളും അതിനുശേഷമുള്ള സംസ്കാര ചടങ്ങുകളും നടക്കുക എന്നാണ്. യെസ്, ഇനിയുള്ള നടപടികൾ അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ ഈ പ്രദേശത്ത് തന്നെയുണ്ടോ? ഏതൊക്കെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവരുടെ പ്രതികരണം എങ്ങനെ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിലവിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും എത്തിയിട്ടില്ല. നാട്ടുകാർ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഈ അംബികയും സതീഷിനെയും കൊല്ലപ്പെട്ട നിലയിൽ ആട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉന്നത ഉദ്യോഗസ്ഥർ കൂടി എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇവരുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റു നടപടികൾ നടക്കുകയുമുള്ളൂ എന്നാ. ശരത്, ഇന്നലെ മരിച്ച ആളുടെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിരുന്നല്ലോ, അതിൽ ഉള്ള വിവരങ്ങൾ കൂടി. ഇന്നലെ കൊല്ലപ്പെട്ട സെബാസ്റ്റ്യന്റെ മൃതദേഹത്തിൽ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലാണ് എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെബാസ്റ്റ്യന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ രാത്രി നടത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. മലക്കപ്പാറ പ്രദേശത്താണ് സെബാസ്റ്റ്യനെ സംസ്കരിക്കേണ്ടത്. മലക്കപ്പാറയിൽ ഇന്നലെ വലിയ മഴയായിരുന്നു. സ്വാഭാവികമായിട്ടും സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലത്തേക്കാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും മേഖലയിൽ വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുന്നത് എന്നാ.
ഇതിന് ശേഷമുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. കാരണം അടുത്ത മണിക്കൂറുകളിൽ എങ്ങനെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ, എത്ര സമയം വേണ്ടിവരും, പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് മുമ്പാണ് നാട്ടുകാർ അവിടെ എത്തിയിട്ടുള്ളതും മൃതദേഹം കണ്ടെത്തിയതും എന്നതും അറിയാം. അന്നാ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥർ കൂടി എത്തേണ്ടതുണ്ട്. നിലവിൽ നാട്ടുകാരാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരെ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷം മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു നടപടിക്രമങ്ങൾക്ക് എത്രത്തോളം